നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് ബികോമിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ അതിൻ്റെ മൊത്തം സിലബസ് 5 മോഡ്യൂളുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഏകദേശം 2-3 മോഡ്യൂൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മോഡ്യൂളുകൾ കണ്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും പൂർവ്വകാല വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപക സുഹൃത്തുക്കളും വളരെയധികം പ്രചോദനമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എല്ലാവരും കണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടുതലുള്ള ആളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അതിൻ്റെ സജഷൻസോ അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അടുത്ത സെഷനിലേക്കും അടുത്ത വിഷയങ്ങളോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടതിന് ശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും ടോപ്പിക്സിൽ അല്ല ഡൗട്ടുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ആ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കുകയോ അത് വാട്സപ്പ് നമ്പറാണ്. എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളുടെ കമൻറ്റുകളോ നമുക്ക് വാട്സപ്പിലൂടെ എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബികോമിൻ്റെ തന്നെ 4th സെമ്മിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സാണ് നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് അറിയാം, ബികോം ലെവൽ കഴിഞ്ഞാൽ അടുത്ത ഒരു ലെവലിൽ PG ലെവലിലായാലും MCOM അല്ലെങ്കിൽ MBA ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പോൾ MBAയുടെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ PG MCOM തുടങ്ങിയ ഏത് യൂണിവേഴ്സിറ്റിയുടെ MCOM കോഴ്സുകളിലും ഒക്കെ അതിൻ്റെ സിലബസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അവയർനെസ് ആണ് നമ്മൾ ഈ ഡിഗ്രി തലത്തിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം നേരത്തെ +2 പഠിക്കുമ്പോഴും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് അതിൻ്റെ ബേസിക് ഒരു അവയർനെസ് നമുക്ക് ഈ ബികോം ലെവലിൽ നിന്ന് തന്നെ നേടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബികോം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്ന MBA അല്ലെങ്കിൽ MCOM ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ വിഷയം നിങ്ങൾ ഈ ഓരോ മോഡലുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വാച്ച് ചെയ്തതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളോട് അത് സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കൊണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്ത് അവരുടെ ഒപ്പീനിയൻസ് അവരുടെ ഫീഡ്ബാക്ക് എല്ലാം നമ്മളെ അറിയിക്കാനും നമ്മൾ താല്പര്യപ്പെടുന്നു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ബികോമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പ്രധാനമായിട്ടും 5 മോഡ്യൂളുകളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 മോഡ്യൂളുകളിൽ അതിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ ഏത് സബ്ജക്റ്റിനെയും പോലെ തന്നെ അതിൻ്റെ ഇൻട്രഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു, അതിലെന്തെല്ലാം അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ മോഡ്യൂളിൽ ഇൻട്രഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിൻ്റെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഉൾപ്പെടുന്ന ടെക്നിക്സുകളെയാണ് അടുത്ത 4 മോഡ്യൂളുകളും പറയുന്നത്. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഒന്നാമത്തെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, പിന്നെ അതുപോലെ സെറ്റ് തിയറി ആൻഡ് തിയറി ഓഫ് പ്രോബബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അവസാനത്തെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഏകദേശം നമുക്ക് ബികോമിന് തന്നെ ഏത് സെമസ്റ്ററുകളിലും നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്പം ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ആ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഉള്ള ടെക്നിക്സും അതിലുള്ള അതിൻ്റെ പ്രോബ്ലംസുമാണ് വരുന്ന 4 മോഡ്യൂളുകളും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബികോമിൻ്റെ 4ാമത്തെ സെമസ്റ്ററുകളിൽ വരുന്ന ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ 5 മോഡ്യൂളുകളെ ഞാൻ നിങ്ങൾക്കായിട്ടൊന്നും കൂടി പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, മൂന്നാമത്തെ സെറ്റ് തിയറി ആൻഡ് തിയറി ഓഫ് പ്രോബബിലിറ്റി, ദെൻ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്, ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അതിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻക്ലൂഡിങ് അനാവോ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വാരിയൻസ്. ഇങ്ങനെ 5 മോഡ്യൂളുകളായിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു,
ഏതെല്ലാം ഏരിയ ആണ് അത് കവർ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ ഏതെല്ലാം ഏരിയയൊക്കെയാണ് അത് കവർ ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അതുപോലെ അതിന് ഏതെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതിൽ രണ്ട് തരം ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോറിലേഷൻ അനാലിസിസും അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസും. മൂന്നാമത്തേത് വരുന്നത് അതിൻ്റെ സെറ്റ് തിയറി ആൻഡ് തിയറി ഓഫ് പ്രോബബിലിറ്റി, മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് അതിൻ്റെ വരുന്നത്. സെറ്റ് തിയറി ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ 9-10 ക്ലാസ്സുകളിലൊക്കെ സെറ്റ് തിയറിയുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ സെറ്റ് തിയറിയും അതുപോലെ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് വരുന്ന അതിൻ്റെ തിയറിയാണ് പഠിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത മോഡ്യൂളും അതെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് പഠിക്കുന്നു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, അതിൻ്റെ വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ടെസ്റ്റുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും അസംഷൻസ് നമ്മൾ അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യത്തെ മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ അത് യൂസ് ചെയ്യുന്നു. ദെൻ അതിൽ ഏതെല്ലാം ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്, ദെൻ അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്, ദെൻ അതിൻ്റെ സ്കോപ്പ് എന്തെല്ലാമാണ്, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്. നമ്മൾ ആദ്യം പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസിലെല്ലാം തന്നെ മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിങ് ചെയ്യുന്നതിനാവശ്യമായി അവർ മാത്തമാറ്റിക്കൽ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 3 ടെക്നിക്കുകൾ ചേർത്തതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ ശാസ്ത്രീയമായ രീതിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് മാനേജറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ടെക്നിക്സിനെ ഒരുമിച്ചാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദോസ് scientific methods of techniques including mathematical, statistical and programming techniques used by the management for solving the managerial problems in business and industrial organizations. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബിസിനസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസിൽ അവർ ഏതെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉൾപ്പെടുന്നതാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ 3 തരം ശാസ്ത്രീയമായ രീതികൾ അതിൻ്റെ ടെക്നിക്സുകൾ ഉപയോഗിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ടെക്നിക്കുകളെ നമ്മളൊന്ന് ഇവിടെ പരാമർശിക്കുകയാണ്. നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അടുത്ത മോഡ്യൂളുകളിൽ ആയിട്ട് പോകുന്നത് ഈ ടെക്നിക്സുകളാണ്. മാത്രമല്ല ഇതിലെ അടുത്ത ഹയർ ലെവലിലേക്ക് പോകുമ്പോഴും അതെ PG ലെവലിലോ MCOM MBA ലെവലിലോ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലെല്ലാം തന്നെ ഇതിൻ്റെ ബാക്കി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അതിൻ്റെ പ്രോഗ്രാമിംഗ് ടെക്നിക്സുകൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ BCOMൻ്റെ സിലബസിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളെ അവർ കവർ ചെയ്യുന്നില്ല. അത് പ്രധാനമായിട്ട് നമ്മൾ MBAയിലോ MCOMലൊക്കെയാണ് പ്രധാനമായിട്ട് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മാത്തമാറ്റിക്കൽ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്കുകളെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് ഈ ടെക്നിക്സുകൾ എന്ന് നോക്കാം. ഒന്ന് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ടൂൾസ്, മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. +2 ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അത് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. നമ്മളതിൻ്റെ പ്രോബബിലിറ്റിയെ അതുപോലെ തന്നെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ഓഫ് സെലക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ സെറ്റ് തിയറി ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ ഓരോ ഗ്രൂപ്പുകളായിട്ട്, സെറ്റ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പായിട്ട് നമ്മളതിനെ വാരിയബിൾസിനെ കോർഡിനേറ്റ്സിനെ നമ്മളെ സംബന്ധിച്ച് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് സെറ്റ് തിയറി ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതും നമ്മൾ അതിൻ്റെ സംഭാവ്യത, അതായത് ലൈക്ലി ടു ഹാപ്പൻ ഓർ നോട്ട് ലൈക്ലി ടു ഹാപ്പൻ, ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഈവൻറ്റ്
ലഭിക്കാനുള്ള അല്ലെങ്കിൽ ലഭിക്കാതിരിക്കാനുള്ള ചാൻസ് മാത്തമാറ്റിക്കലി നമ്മൾ അളക്കുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ആൾജിബ്ര, ഡിറ്റർമിനൻസ്, അതുപോലെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, ഇവയെല്ലാം തന്നെ +2 ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ദെൻ ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ, അതുപോലെ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇതെല്ലാം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് എക്കണോമിക്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ വളരെയധികം ടൂൾസ്, അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ മെഷർമെൻറ്റ് പഠിക്കുന്നുണ്ട്. അതിൽ വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ, നമ്മൾ ആദ്യം ആവറേജ് കാണാൻ ഉപയോഗിക്കുന്ന വിവിധ മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നു. അതുപോലെ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നു. അതായത് വാരിയബിലിറ്റി, ഓരോ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ നമ്മൾ അതിൻ്റെ സെൻട്രൽ വാല്യൂ അതിൻ്റെ എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, വാരിയബിൾസിൻ്റെ തമ്മിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നു. വാരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ്സ് ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. ദെൻ അതുപോലെ റേഷ്യോ അനാലിസിസ്, നമ്മൾ എക്കണോമിക്സിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് റേഷ്യോ അനാലിസിസ്. അതുപോലെ ഇൻഡെക്സ് നമ്പേഴ്സ്, നമ്മൾ വില സൂചിക അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നു. ദെൻ ടൈം സീരീസ് അനാലിസിസ്, നമ്മൾ ലോങ് ടേം അനാലിസിസിന് വേണ്ടി, ലോങ് ടേം പർപ്പസ് പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. ദെൻ സാമ്പിളിംഗ് ടെക്നിക്സ്, അതായത് നമ്മൾ ഒരു കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ നടത്തുന്നതിന് പകരമായിട്ട് അതിൻ്റെ പാർട്ട് മാത്രം, സാമ്പിൾ മാത്രം സ്റ്റഡി ചെയ്ത് അതിൻ്റെ സാമ്പിളിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് സാമ്പിളിംഗ് ടെക്നിക്സ്. ദെൻ അനോവ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ്, നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡും ആക്ച്വലും നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ വാരിയൻസ് അനലൈസ് ചെയ്യുന്നതാണ് അനാലിസിസ് ഓഫ് വാരിയൻസ്. എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നതാണ്. then അത് കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ഹൈ ലെവലിൽ MPG കോഴ്സുകളിലൊക്കെയാണ് അതിൻ്റെ സിലബസിൽ അത് വരുന്നുള്ളൂ. പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, ഇതിന് മൂന്നിനും കൂടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ടെക്നിക്സിലൂടെ ഏതെല്ലാം ടെക്നിക്കുകളാണ്, ഏതെല്ലാം ടൂൾസാണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മളത് പരിചയപ്പെടുത്തുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, LPP എന്ന് പറയുന്നത്, അതായത് പ്രധാനപ്പെട്ട ബിസിനസ് ഓർഗനൈസേഷനിലെല്ലാം തന്നെ അവരുടെ ഡിസിഷൻസ് എടുക്കുന്നത്, അതിൻ്റെ പ്ലാനിങ് കൺട്രോളിങ് എല്ലാം ചെയ്തത് ഈ LPP ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ്, ദെൻ അസൈൻമെൻറ്റ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് വെയിറ്റിംഗ് ലൈൻ തിയറി എന്ന് പറയും. അതുപോലെ തന്നെ ഗെയിം തിയറി, നെറ്റ്വർക്ക് അനാലിസിസിനെ നമ്മൾ മറ്റ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ EDP ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ്, ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അതുപോലെ ഡിസിഷൻ തിയറീസ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ടൂൾസോ ടെക്നിക്സോ എന്തെല്ലാം ഉപയോഗിക്കുന്നു. അതുപോലെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, ഇൻവെൻട്രി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 തരം ടെക്നിക്സ് കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്ന് പ്ലാൻ, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ കൺട്രോളിങ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ആ റിസോഴ്സസിനെ ഏറ്റവും മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവരി ഓർഗനൈസേഷൻ ട്രൈ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ബൈ മിനിമൈസിങ് റെഡ്യൂസിങ് ദെയർ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, ദെൻ പ്രോഫിറ്റ് പ്ലാനിങ്, ദെൻ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും പ്രോഗ്രാമിംഗ് ടെക്നിക്കിലൂടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് ഉദ്ദേശിക്കുന്നത് ടു മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അസൈൻമെൻറ്റ് പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് ടു മിനിമൈസ് ദ സ്റ്റാഫ് കോസ്റ്റ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ്. അങ്ങനെ ഓരോ തിയറിയും ഓരോ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ദെൻ അതുപോലെ തന്നെ എസ്റ്റിമേറ്റ്സ്, അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് എസ്റ്റിമേഷൻ നമുക്ക് QTയുടെ ടൈം സീരീസ് അനാലിസിസ്, അതുപോലെ റിഗ്രഷൻ അനാലിസിസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലക്ച്വേഷൻസ്, സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ അനലൈസ് ചെയ്ത് അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് സ്റ്റഡി ചെയ്യുന്നതാണ് വാരിയൻസ് അനാലിസിസ്. ദെൻ അതുപോലെ ആവറേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ എന്ന് പറയുന്ന അത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾസിൻ്റെ ആവറേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ആവറേജ് മെഷർ ചെയ്തതിന് ശേഷം ആ ആവറേജ് വാല്യൂ
അതിൻ്റെ ആ ഗ്രൂപ്പിലെ മറ്റ് വാല്യൂസും തമ്മിലുള്ള അതിൻ്റെ ഫ്ലക്ച്വേഷൻസ്, അതിൻ്റെ ചേഞ്ച് അടക്കം ഉപയോഗിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അത് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക എന്ന് പറയും. അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെയാണ് മെഷേഴ്സ് ഓഫ് വേരിയേഷനിൽ ഉപയോഗിക്കുന്നത്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ എന്ന് പറയുന്നത് to test the relationship between the variables, whether the variables are related or not. അതാണ് കോറിലേഷൻ അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ടു എസ്റ്റിമേറ്റ് ദ വൺ വാല്യൂ ഫ്രം ദ ഗിവൺ വാല്യൂസ്. കോറിലേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അഥവാ റിഗ്രഷൻ്റെ പ്രൈമറി സ്റ്റെപ്പാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ റേഷ്യോ അനാലിസിസ് നമുക്കറിയാം. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്രൈസ് ഇൻഡെക്സ്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, ഒരു ബേസ് ഇയറിനെ, ബേസ് പീരിയഡിനെ നമ്മൾ ആസ്പദമാക്കിയിട്ട് കറണ്ട് പീരിയഡിൻ്റെ അതിൻ്റെ ചേഞ്ച്, കറണ്ട് പീരിയഡിൻ്റെ അതിൻ്റെ വാല്യൂസിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടോ അതിൻ്റെ ന്യൂമറിക്കലായിട്ടോ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അത് ലോങ് ടേം പ്ലാനിങ് ആണ്. എന്ന് വെച്ചാൽ 3 വർഷത്തേക്കാൾ, 2 അല്ലെങ്കിൽ അത് കൂടുതൽ വർഷത്തേക്കാൾ നമുക്ക് വാല്യൂസിനെ സ്റ്റഡി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. സാമ്പിളിംഗ് ടെക്നിക്സ്, നമ്മൾ സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫൈനൽ കൺക്ലൂഡ് ചെയ്യുക. അതായത് കൺക്ലൂഷൻസ് ഡ്രോൺ ഫ്രം അനാലിസിസ്. സാമ്പിളിംഗ് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് സ്റ്റഡി ചെയ്തുകൊണ്ട് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് ഇത് സാമ്പിളിംഗ് ടെക്നിക്സ് ഉദ്ദേശിക്കുന്നത്. അനോവ നമ്മൾ നേരത്തെ പറഞ്ഞു, കൂടുതലായിട്ട് റിസർച്ചിലൊക്കെയാണ്, അഗ്രികൾച്ചർ റിസർച്ചിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ അനോവ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട് ഈ ടെക്നിക്സുകൾ നമ്മൾ എങ്ങനെ ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ അത് യൂസ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, സ്കോപ്പ് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം മേഖലകൾ, ഏതെല്ലാം ഏരിയ അത് കവർ ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ, അതുപോലെ ട്രേഡിംഗ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ റിസർച്ച് പർപ്പസിന് അത് ഉപയോഗിക്കുന്നു. അതുപോലെ എക്കണോമിക്സ്, അതുപോലെ കൊമേഴ്സ്, അതുപോലെ തന്നെ മറ്റ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഏതെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഏരിയ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്കോപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസ് ടു ദ മാനേജ്മെൻറ്റ്. കാരണം അതിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് മാനേജ്മെൻറ്റ് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ മാനേജ്മെൻറ്റിനുള്ള അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഈ ടെക്നിക്സ് മാനേജ്മെൻറ്റ് അവർ എന്ത് ആവശ്യത്തിന്, എന്ത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതാണ് മാനേജ്മെൻറ്റിന് അവരുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നത്. ലിമിറ്റേഷൻസ് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ നമ്മുടെ ലിമിറ്റേഷൻസ് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് 100% ആക്യുറസി. പ്രത്യേകിച്ചും എസ്റ്റിമേറ്റ്സോ അനാലിസിസോ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അസംഷൻ വെച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റഡി ചെയ്യണം. സോ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ആ അസംഷൻസ് ട്രൂ ആണ് അല്ലെങ്കിൽ അസംഷൻസ് നോട്ട് ട്രൂ ആണ്, അതിൻ്റെ അസംഷൻസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അസംഷൻസ് റിജക്റ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഫൈനൽ കൺക്ലൂഷനിൽ എത്തുന്നത് അതിൻ്റെ ടെക്നിക്സോ ടൂൾസോ ഉപയോഗിച്ചിട്ടാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് 100% ആക്യുറസി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഇറ്റ് ലീഡ്സ് ടു റോങ് ഡിസിഷൻസ്. ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ.